ഇനി നമുക്കൊരു അംബ്രല്ല സ്കേർട്ടിൻ്റെ അടി റോൾഡ് ഹെം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ കിട്ടിയിരിക്കുന്ന ഏതാ നോർമൽ ഫുട്ടല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇത് റോൾഡ് ഹെം ഫുട്ട് ഇടണം കേട്ടോ. ഇതാണ് ഈ ഉഷ ജാനോമിയിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫുട്ടാണിത്, റോൾഡ് ഹെം ഫുട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നോർമൽ ഫുട്ട് നമ്മൾ ബാക്കിൽ നമ്മളൊരു ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫുട്ട് ഊരി വെച്ചു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റോൾഡ് ഹെമ്മിൻ്റെ ഫുട്ട് കണ്ടോ. ഇപ്പം നമ്മൾ നോർമൽ ഫുട്ട് മാറ്റിയിട്ട് റോൾഡ് ഹെം ഫുട്ട് ഇട്ടിട്ട് ഈ ബാറിലൊന്ന് ടച്ച് ചെയ്ത് ഇട്ടതിന് ശേഷം അടിയിൽ മുകളിലും നൂല് കോർത്ത് ബാക്കിലേക്ക് ഇടുക. ശേഷം നമുക്ക് അംബ്രല്ല സ്കേർട്ടിൻ്റെ താഴ്ഭാഗം നമുക്ക് റോൾഡ് ഹെം ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ജസ്റ്റ് കണ്ടോ മടക്കുന്നുണ്ടോ. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒരു മടക്കോട് ഇതിങ്ങനെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പൊന്തിച്ച് പിടിക്കണം കണ്ടോ. ഇങ്ങനെ നമ്മൾ നോർമൽ ഫുഡ് മാറ്റിയിട്ട് റോൾഡ് ഹെം ഫുഡ് ഇട്ടു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സെലക്ടർ ഉണ്ടോ, ഈ സെലക്ടറിന് നമ്മൾ സിസാഗ് സ്റ്റിച്ചാണ് ഇടുന്നത് കണ്ടോ. അപ്പോൾ സീലിട്ടേക്കണം കേട്ടോ. ഈ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ 2 ഇട്ടേക്കണം. സ്റ്റിച്ച് ലെങ്ത്ത് 2 ഇവിടെ സെലക്ടർ നമ്മൾ സീലിട്ട് കൊടുക്കുക, റോൾഡ് ഹെം ഫുട്ട് ഇടുക കേട്ടോ. ശേഷം എന്ത് ചെയ്യുക, നമ്മളത് ഇങ്ങനെ പൊന്തിച്ച് പിടിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക. ഈ തുണിയെ ഇതിങ്ങനെ പൊന്തിച്ച് ഇത്തിരി ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കും കണ്ടോ. ഈ പൊസിഷനിൽ ഇങ്ങനെ പോകണം. ജസ്റ്റ് ഇതിങ്ങനെ ഉയർത്തി കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ. ഓക്കെ, കണ്ടോ വരുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടോ. റോൾഡ് ഹെം എന്ന് പറയും കേട്ടോ ഇതിന്. കണ്ടോ ഇതുപോലെ പൊന്തിച്ച് കൊടുക്കണം. ഇനി അരികിൽ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതുപോലെ പൊന്തിച്ച് കൊടുക്കണം. ചുളുക്ക് വരുന്നുണ്ടോ, അതിനൊന്നും അതുപോലെ ചുളുക്കൊന്നും വരാത്ത രീതിയിൽ എല്ലാം നിവർത്തിയിട്ട് നമ്മൾ നല്ല കെയറിങ്ങോട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഭാഗം കയറി പിടിക്കും നമുക്കിതിലേക്ക്. ഇടയ്ക്ക് നമ്മൾ ത്രെഡ് തീർന്നു പോയാൽ ത്രെഡിനെ കയറ്റിയതിന് ശേഷം വീണ്ടും നമ്മളത് ജസ്റ്റ് ഇത് ഇങ്ങനെ പൊന്തിച്ച് പിടിക്കാതെ ചെയ്യല്ലോ കേട്ടോ. അതുപോലെ ഈ ത്രെഡ് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുന്നില്ലേ കട്ടിങ്ങിൻ്റെ, അതൊക്കെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തിരിച്ചായിരിക്കും. ഈ കൈ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ സൈഡിനെ നമ്മളിങ്ങനെ പൊന്തിച്ച് വയ്ക്കണം. ഇതിങ്ങനെ പൊന്തിച്ച് വേണ്ട ജസ്റ്റ് ഒന്ന് പൊതിച്ച് വയ്ക്കാം. ഈ കൈ ഇങ്ങനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് ഞാൻ പോരുന്ന വഴിയുണ്ടോ, നന്നായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചുളുക്ക് വരാതെ കയറി പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ ഇത് വച്ചിട്ട് ഈ കൈ നമ്മളിങ്ങനെ പൊന്തിച്ച് കൊടുക്കണം. ഇങ്ങനെ ഉയർത്തി പിടിച്ച് കൊടുത്താലേ അത് ശരിയാവുള്ളൂ കേട്ടോ. താഴേക്ക് ചാടി പോയാൽ അപ്പോൾ തന്നെ നമ്മൾ അത് ക്ലിയർ ആക്കിയിട്ട് വേണം തയ്ക്കാം. ഇടയ്ക്ക് സ്റ്റിച്ചിങ് ഉള്ള ഭാഗമൊക്കെ അപ്പോൾ നമ്മൾ അംബ്രല്ല സ്കേർട്ടിനൊക്കെ ജോയിൻറ്റുകൾ വരില്ലേ, ആ ജോയിൻറ്റ് വരുന്ന ഭാഗമൊക്കെ നല്ല കെയറിങ്ങോടെ തയ്ക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്നോടെ മടക്കി നമ്മൾ റെഡിയാക്കി കൊടുക്കണം. നോക്കട്ടെ തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് താഴെ നമ്മളൊന്ന് റോൾഡ് ഹെം ചെയ്തില്ലേ, അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.